ലോകത്തിൻ്റെ മുൻപിൽ വിത്ത് കൺക്ലൂസീവ് എവിഡൻസ്, ആർക്കും ബോധ്യപ്പെടാവുന്ന, ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തെളിവുകൾ സഹിതമാണ് വോട്ടർ പട്ടിക തന്നെ ഉയർത്തിക്കൊണ്ട് പേരുകൾ വ്യക്തമാക്കിക്കൊണ്ടാണ് അത് ഉന്നയിച്ചിട്ടുള്ളത്. അതിന് ഗവൺമെൻറ്റോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറുപടി പറഞ്ഞിട്ടില്ല. അതിവിടെ നിൽക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷം ഒന്നാകെ ശക്തമായിട്ടുള്ള സമരരംഗത്തേക്ക് വന്നു. ആ സമരത്തെയും ഗവൺമെൻറ് ഉരുക്കുമുഷ്ടി കൊണ്ട് നേതാക്കന്മാരെ, എം പിമാരെ, പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ സമരത്തെയും അവർ നേരിടുന്നത്. കേരളത്തിലും ഇങ്ങനെയുള്ള അപാകതകൾ ഉണ്ടായിട്ടുണ്ട്, നേരത്തെയും തുറന്നു കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലോടുകൂടി ഇതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം വന്നു. അത് കൂടുതൽ ശ്രദ്ധേയമായിരിക്കുന്നു. തെളിവുകൾ സഹിതമാണ്, ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വോട്ടർ പട്ടികയിലെ അപാകത ഞങ്ങൾ ഉന്നയിക്കുന്നത്. അത് ചലഞ്ച് ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കൺക്ലൂസീവ് എവിഡൻസ് ആണ്. അത് അംഗീകരിച്ച് ഇലക്ഷൻ കമ്മീഷന് മതിയാവും. ആ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരുത്താനും പരിഹാരമുണ്ടാക്കാനും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബാധ്യസ്ഥമാണ്. അതിന് പകരം പക്ഷപാത നിലപാടുകൾ സ്വീകരിക്കുന്നത് ആ സ്ഥാപനത്തിന് ചേർന്നതല്ല, ആ ഭരണഘടനാ സ്ഥാപനത്തിന് ചേർന്ന നടപടികളല്ല ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തൃശ്ശൂരിലെ ഞാൻ പറഞ്ഞു, ഞാൻ തൃശ്ശൂരിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. മിനിഞ്ഞാന്ന് ഞാൻ തൃശ്ശൂരുണ്ടായിരുന്നു. തൃശ്ശൂർ DCC അതുപോലെ ശ്രീ K മുരളീധരൻ എല്ലാം ആ കാര്യങ്ങൾ, അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അങ്ങനത്തെ തെളിവുകൾ കൂടുതലായിട്ട് സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, വളരെ വ്യക്തമാണ്. അത് മാൽ പ്രാക്ടീസ്, അതാണ് ഇലക്ഷനിൽ അതിൽ പറയാനുള്ളത്. മാൽ പ്രാക്ടീസ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ലീഗൽ മൂവിനെ പൊളിറ്റിക്കൽ മൂവ് അതിൻ്റെ അകത്തുണ്ടല്ലോ. കാരണം ലീഗൽ മൂവിനെ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് സമയത്തിൻ്റെ പരിമിതി ഉണ്ടാവും. പക്ഷേ ഈ അഡീഷണൽ ഫാക്റ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ സ്പെഷ്യൽ ലീവോടുകൂടി അത് ഫയൽ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള നിയമവശങ്ങൾ പഠിക്കണം. അത് മാത്രം പോരാ, ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അത് തിരുത്തിക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കൂടി ഞങ്ങൾ ഉയർത്തുമെന്ന കാര്യം തെളിവുകൾ സമാഹരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ശക്തമാക്കാൻ മാത്രമല്ല, അതിശക്തമായിട്ട് രാജ്യത്തിന്റെ ജനാധിപത്യ സംരക്ഷണത്തിന് ഇത് ഏറ്റവും അനിവാര്യമായൊരു സമരമാണിത്. കുറ്റമറ്റ വോട്ടർ പട്ടിക ഇല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാരണവശാലും നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയല്ല. ജനങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. മാധ്യമങ്ങൾ അതിശക്തമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഭരണകൂട സംവിധാനം മൗനം പാലിക്കുകയാണ്. അവർക്കൊന്നും പറയാനില്ല, മറുപടി പറയാനില്ല. അത് നിയാസ പറയണ്ടേ. കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾ വളരെയേറെ കാര്യങ്ങൾ ഭംഗിയായി പഠിച്ചിട്ടുണ്ട്. ബേപ്പൂരിലെ 7 വാർഡുകളിൽ മാത്രം 1200 ഡബിൾ വോട്ടുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 7 വാർഡുകളിൽ മാത്രം. ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് വലിയ രീതിയിൽ പ്ലാന്റാണ്. ഒരു വാർഡിൽ നിന്നും വേറൊരു വാർഡിലേക്ക് പ്ലാന്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നേരത്തെ അവിടെ ചെയ്ത പോലെ, ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ കൊണ്ടുവന്ന പോലെ ഇവിടെ നിന്ന് ജയിക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയാണ്. വോട്ടർ പട്ടിക ക്രമക്കേട് എന്ന് പറയുന്നത് നിയമപ്രകാരം വേണ്ട വാർഡിൽ നിന്നും അല്ലാതെ മറ്റു വാർഡുകളിലേക്ക് പോവുകയാണ്. ഇത് യഥാർത്ഥത്തിലുള്ള വിജയമല്ല. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇത് മാൽ പ്രാക്ടീസാണ്. മാൽ പ്രാക്ടീസ് എന്നുള്ള വാക്ക് കൊള്ള എന്ന് നമുക്ക് പറയേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.